ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചു. കോഴിക്കോട് മിഠായി തെരുവിൽ ഗവർണറുടെ അപ്രഖ്യാപിത സന്ദർശനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. നമുക്കൊപ്പം ദീപക് തർമ്മടം ഈ ബ്രേക്കിംഗ് ന്യൂസുമായി ടെലിഫോണിൽ ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ കത്തിലുള്ളത്? SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ കേരളം അല്ലെങ്കിൽ സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാനം ആദ്യമായി ഗവർണർക്കെതിരെ ഒരു കത്ത് എഴുതേണ്ടി വരുന്നു രാഷ്ട്രപതിക്ക്. അതായത് ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റിയായ രാഷ്ട്രപതിക്കാണ് സംസ്ഥാനം കത്തെഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പ്രോട്ടോകോൾ ലംഘനമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് സംസ്ഥാനത്ത് സംഘർഷ അന്തരീക്ഷം ഉണ്ടാക്കുന്നു, അതായത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിവൃത്തികേട് കൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത്, ഇത്തരത്തിൽ കാര്യങ്ങൾ കേന്ദ്രത്തെ, രാഷ്ട്രപതിയെ അറിയിക്കേണ്ടി വരുന്നത് എന്നുള്ള നിലയിലുള്ള കത്താണ് സംസ്ഥാനം അയച്ചത്. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ഈ കത്ത് കഴിഞ്ഞ ദിവസം അയച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നാൽ കേരള സർക്കാർ ഈ കാര്യം പുറത്തുവിടാതെ, അതായത് കേന്ദ്രത്തിന് അയച്ചൊരു കത്തിന്റെ വിവരം പുറത്തുവിടാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എന്നാൽ ഈ കാര്യം മുകളിൽ നിന്നും സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കത്ത് അയച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പ്രോട്ടോകോൾ ലംഘനം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ടുള്ള യാത്രയുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് തുടരെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കത്തിന്റെ ഉള്ളടക്കമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SKN. ദീപക് തർമ്മടം, യഥാർത്ഥത്തിൽ ഈ കത്തിന്റെ കോപ്പി രാജ്ഭവൻ അയച്ചിട്ടുണ്ടോ, അതോ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മാത്രമേ ഉള്ളൂ കത്ത്? ഇല്ല, രാജ്ഭവൻ അയച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാഷ്ട്രപതിക്കാണ് കത്ത് അയച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കത്താണ്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കോപ്പി വെച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമ്മുടെ ഒരു കണക്കുകൂട്ടലാണ്. പക്ഷേ എന്നാൽ കത്ത് അഡ്രസ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രപതിയെയാണ്. രാഷ്ട്രപതിയാണല്ലോ ഗവർണർമാരുടെ നിയമന അധികാരി. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റിനെ കേരളത്തിലെ ഗവർണർ നടത്തുന്ന ഈ പ്രോട്ടോകോൾ ലംഘനത്തെ അറിയിക്കുക എന്നുള്ള ഒരു നടപടിക്രമത്തിലേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കത്ത് അയക്കേണ്ടി വരും എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ എന്നാൽ കത്ത് അയച്ചതിന് ശേഷം ഈ കാര്യം സർക്കാർ മറച്ചുവെക്കുകയായിരുന്നു. ഒരുപക്ഷെ സർക്കാരായി ഔദ്യോഗികമായി ഇത് പറയേണ്ടതില്ല എന്ന നിലപാടായിരിക്കാം കാരണം കത്ത് അയച്ചിട്ട് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമോ വന്നിട്ടില്ല. പക്ഷേ 24 വാർത്ത ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു വലിയ വാർത്ത പ്രേക്ഷകർക്ക് മുൻപിൽ അറിയിക്കാൻ സാധിച്ചത്. ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഈ അതിൽ സഞ്ചരിക്കുന്ന അതിഥിക്ക് ബാധകമല്ല, ഗവർണർക്ക് ബാധകമല്ല, നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സുരക്ഷാ ഏജൻസികൾക്ക് മാത്രമാണ് ബാധകമാകുക എന്ന രീതിയിൽ ഒരു വാദഗതി ഇപ്പോൾ സജീവമാകുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? SKN, ഇതിൽ പ്രോട്ടോകോളിന്റെ 2 ഭാഗമുണ്ട്. ഒന്ന് പ്രോട്ടോകോളിന്റെ ഉപചാര മര്യാദകളുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളാണ്. പക്ഷേ സുരക്ഷാ പ്രോട്ടോകോൾ ഏത് സെറ്റ് കാറ്റഗറി അല്ലെങ്കിൽ സെറ്റ് പ്ലസ് കാറ്റഗറി ഓർ വൈ കാറ്റഗറി, ആ കാറ്റഗറിയിലെ ആരാണോ VIP, ആ VIP ആ സുരക്ഷാ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അതായത് PSO കൃത്യമായി ക്ലിയർ ചെയ്യാതെ കാറിൽ നിന്നും ഒരു VIP പുറത്തിറങ്ങാൻ പാടില്ല. അത് ഗവർണർ ആയാലും അല്ലെങ്കിൽ സെറ്റ് പ്ലസ് ഓർ സെറ്റ് സുരക്ഷയുള്ള ഏത് VIP ആയി കഴിഞ്ഞാലും ആ VIP സെക്യൂരിറ്റി പ്രോട്ടോകോൾ അയാൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അദ്ദേഹം പുറത്തിറങ്ങി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് സംസ്ഥാനത്തിനെ അല്ലെങ്കിൽ രാജ്യത്തിനെ ബാധിക്കും. കാരണം രാജ്യത്തിൽ അത്രയും പ്രധാനപ്പെട്ട, സംസ്ഥാനത്ത് അത്രയും പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നാട്ടിൽ കലാപമുണ്ടാകും, സംഘർഷമുണ്ടാകും, ക്രമസമാധാന പ്രശ്നമുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സുരക്ഷാ പ്രോട്ടോകോളിൽ കൃത്യമായ ചില വ്യവസ്ഥകൾ വെക്കുന്നത്. അതുകൊണ്ടാണ് PSO തന്നെ വന്ന് കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കണം, ഈ സെറ്റ് കാറ്റഗറി, സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയ്ക്ക് ഉള്ള VIP എന്നുള്ളതും പ്രധാനമാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്ത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. പക്ഷേ എന്നാൽ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കത്തയച്ച കാര്യം ഔദ്യോഗികമായി പറയാതിരിക്കുന്നത് ഒരുപക്ഷെ അത് കേന്ദ്രത്തിനുള്ള കത്തായതുകൊണ്ടായിരിക്കാം. SKN ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇത് സുരക്ഷാ പ്രോട്ടോകോളിന്റെ ലംഘനം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രോട്ടോകോൾ സ്വാഭാവികമായും അതിന്റെ VIPക്ക് ബാധകമല്ല എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ സുരക്ഷാ പ്രോട്ടോകോൾ അത് നാടിന്റെ സമാധാനം, ക്രമസമാധാനം ഒക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ VIP അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. ഓക്കെ, ദീപക് ധർമ്മടം, ഒരു നിമിഷം താങ്കൾ ലൈനിൽ തന്നെ നിൽക്കും. ഇപ്പോൾ VT ബൽറാം നമുക്കൊപ്പം ചേരുന്നു. VT ബൽറാം, ഇങ്ങനെ ഒരു കത്ത് രാഷ്ട്രപതിക്ക് പോയിരിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മനസ്സിലാക്കുന്നത്. അപ്പോൾ മാത്രമല്ല, അത് മേളിൽ നിന്ന് സ്ഥിരീകരിച്ചുവെന്നും വാർത്ത വരുന്നു. ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ ലംഘനം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിയുമ്പോൾ അതിനെ നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് കാണുന്നത്?
അല്ല, നിങ്ങൾ മാധ്യമങ്ങളും അതുപോലെ കേരളീയ പൊതുസമൂഹവും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടകത്തിന്റെ പുറകെ ഇങ്ങനെ പോകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഗവൺമെന്റ് കേരളത്തെ മുച്ചൂട് തകർത്തിരിക്കുകയാണ്. സാധാരണക്കാരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹാരമില്ലാതെ കിടക്കുകയാണ്. സാധാരണക്കാർക്ക് കിട്ടേണ്ട നിസ്സാരമായിട്ടുള്ള ആശ്വാസം പോലും ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങേയറ്റം ജനദ്രോഹമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ചർച്ച വ്യതിചലിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ടോം ആൻഡ് ജെറി നാടകം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടക്കുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ മാത്രമല്ല, ഇതുപോലെയുള്ള നിരവധി അവസരങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. എപ്പോഴൊക്കെയാണോ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ മോശമാവുന്നത്, അപ്പോൾ ഒരു രക്ഷകനെ പോലെ ഗവർണർ ഇറങ്ങുകയാണ്. എന്നിട്ട് ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഒരു വലിയ യുദ്ധമാണ് എന്നുള്ള പ്രതീതി ഇവിടെ ജനിപ്പിക്കുകയാണ്. ഞങ്ങളാണ് സംഘപരിവാർ നോമിനിയായിട്ടുള്ള ഗവർണറെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു രാഷ്ട്രീയ PR വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ നാടകങ്ങളൊക്കെ. അതിനപ്പുറത്ത് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഗൗരവമില്ല. ഇപ്പൊ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഈ വിഷയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ എന്താ? പിൻവാതിലിലൂടെ നിയമിക്കേണ്ടത് SFIക്കാരെയാണോ ABVP-കാരെയാണോ? ഇതാണ് ചോദ്യം. അല്ലാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള ഉന്നതമായ സർവകലാശാല സമിതികളിൽ, സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ നിയമനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള പോരാട്ടമൊന്നുമല്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമല്ല. പിൻവാതിലൂടെ നിയമിക്കേണ്ടത് യോഗ്യതയില്ലാത്ത SFIക്കാരെയാണോ, യോഗ്യതയില്ലാത്ത CPM-കാരെയാണോ, യോഗ്യതയില്ലാത്ത RSSകാരെയാണോ, ABVP-കാരെയാണോ? ഇതാണ് ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പ്രശ്നം. ഈ നാടകത്തിന്റെ പുറകെയല്ല നമ്മൾ പോവേണ്ടത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഓക്കെ, താങ്ക് യു VT ബൽറാം. ഇപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, യഥാർത്ഥത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളുള്ള ഒരു VIP പ്രോട്ടോകോൾ ലംഘിച്ച് പുറത്തിറങ്ങി മിഠായി തെരുവിലൂടെ സാധാരണക്കാരൻ നടക്കുന്ന പോലെ തന്നെ അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവഗണിച്ചുകൊണ്ട് നടന്നു. പോലീസ് എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പച്ചയായിട്ട് പറഞ്ഞു. ഇതിലൊരു പ്രോട്ടോകോൾ ലംഘനം താങ്കൾ കാണുന്നുണ്ടോ? അല്ല, അതിലൊരു ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനം കാണേണ്ടി വരും. കാരണം ഈ പ്രോട്ടോകോൾ നിശ്ചയിച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അതൊരു ക്രമം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. സുരക്ഷ മാത്രമല്ല, ചില ക്രമീകരണങ്ങളുമുണ്ട് ഒരു VIP-യുടെ യാത്രാവേളയിലൊക്കെ. ഇവിടെ അതുകൊണ്ടാണ് പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ അതിന് വളരെ കൃത്യമായ ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് ലംഘിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് പോലും ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടി വരും. ഇവിടെ തിരക്കേറിയ ഒരു തെരുവിൽ ഗവർണർ പ്രകാരം ഇറങ്ങി നടക്കുമ്പോൾ എന്തും സംഭവിക്കാമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ അപ്പോഴും വലിയ പ്രശ്നമായി അത് മാറുമായിരുന്നു. അവിടെ ഈ പ്രോട്ടോകോൾ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രി ചിലപ്പോഴൊക്കെ ആൾക്കൂട്ടത്തിലൂടെ, പ്രധാനമന്ത്രി തന്നെ ചിലപ്പോഴൊക്കെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാറുണ്ട്. അത് നമ്മൾ കാണുന്നത് പോലെ അത്ര കാഷ്വൽ ആയ ഒരു ഇറങ്ങിച്ചെല്ലലോ ജനസമ്പർക്കമോ അല്ല. അവിടെയും ചില കരുതലുകളും മുൻകരുതൽ അവിടെയും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് പ്രോട്ടോകോൾ എന്നത് VIP-യെ സംബന്ധിച്ച് ലംഘിക്കാനുള്ള ചട്ടങ്ങളുടെ ഒരു സമാഹാരം അല്ല. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഒരു കാര്യം കൂടി VT ബൽറാം പറയുകയായിരുന്നു, ഗവൺമെൻറ് പ്രധാനപ്പെട്ട അടിയന്തരമായ ചില പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മറയ്ക്കാൻ വേണ്ടിയുള്ള പൊറാട്ട് നാടകമാണ് ഈ നടക്കുന്നത്. മാത്രമല്ല ഇതിന് ഗവർണറും സർക്കാരും തമ്മിൽ ഒരു ചെറിയ ഒത്തുകളിയുണ്ട് എന്നുകൂടി VT ബൽറാം പറഞ്ഞു വയ്ക്കുന്നു. അതെ, ഈ ഒത്തുകളി എന്ന ആരോപണത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഒത്തുകളിയുടെ ലക്ഷണങ്ങൾ കാണുന്നുമില്ല. കാരണം വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ആ റിഫ്റ്റ്, അകൽച്ച അത് വലുതായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പൊറാട്ട് നാടകം എന്ന് പറഞ്ഞാൽ പൊറാട്ട് നാടകങ്ങൾ ധാരാളം നമ്മൾ ഈ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒരു പ്ലോട്ട് കണ്ടെത്തേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു VIP ആയിട്ടുള്ള ഗവർണർ പ്രോട്ടോകോൾ പാലിക്കാതെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി നടക്കുന്നത്, കടയിൽ നിന്നും മറ്റുമൊക്കെ അലുവ വാങ്ങി തിന്നുന്നത്, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അതിന് ചില കരുതലുണ്ട്. അതൊക്കെ ലംഘിക്കുമ്പോൾ നമുക്ക് ആ സ്പെസിഫിക് ആയ ഇഷ്യൂ മാത്രം എടുത്ത് ചർച്ച ചെയ്യണം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ മിഠായി തെരുവ് പോലെ ജനക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യത്തിന് എന്തെങ്കിലും തോന്നിയിരുന്നു, അവനൊരു നിയമം കയ്യിലെടുക്കണം എന്ന് തോന്നിയിരുന്നെങ്കിൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നം വളരെ ഗുരുതരമാകുമായിരുന്നു. കാര്യം ഈ നാടിന് തന്നെ അപമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമായിരുന്നു. ഇങ്ങനൊരു ഹ്യൂമൻ പ്രശ്നം കൂടി അതിലുണ്ട് എന്ന് ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന വിഷയം ഇതിൽ അന്തർഭവിച്ചിട്ടില്ലേ? തീർച്ചയായും ഇതിൽ പ്രതിപക്ഷമോ രാഷ്ട്രീയ എതിരാളികളോ മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധരായ വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ അരുതാത്തത് തോന്നുന്ന വ്യക്തികളുണ്ട്, തോന്നുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട്.
അവരൊക്കെ ചിലപ്പോൾ പല കാരണങ്ങളാൽ അടുത്തു വരികയും VIP ഒന്നും അല്ലാത്ത എനിക്ക് പോലും ചില സന്ദർഭങ്ങളിലൊക്കെ അത് ഉണ്ടാവാറുണ്ട്. ചില വരിക, കെട്ടിപ്പിടിക്കുക, ആശ്ലേഷിക്കുക, അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെയും കണ്ടു ഒരാൾ ഗവർണറെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ TV-യിലും കാണുകയുണ്ടായി. ആ രീതിയിൽ വിട്ടുകൊടുക്കേണ്ട വ്യക്തിയല്ല ഗവർണർ. ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അരുതാത്തത് അവിടെ സംഭവിച്ചു പോരുന്നുവെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ അപ്പോൾ പൊറാട്ട് നാടകമൊക്കെ മാറും. ആ കോലാഹലങ്ങൾ, വിമർശനങ്ങൾ, കേന്ദ്രത്തിന്റെ ചോദിക്കൽ, ഇടപെടൽ വലിയ പ്രശ്നമായി മാറുമായിരുന്നല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് പ്രോട്ടോകോൾ പാലിക്കപ്പെടണം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളാണ് ചില കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ദീപക് ധർമ്മൻ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന ഗവൺമെൻറ് രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഗവർണറുടെ കോഴിക്കോട്ടെ പ്രോട്ടോകോൾ ലംഘനമാണ് പ്രധാനമായും സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ദീപക് ധർമ്മടം, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷേ ഈ സംസ്ഥാന സർക്കാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ നടന്ന ശ്രമമാണ് എന്ന് VT ബൽറാമിൻ്റെ ഒരു ആരോപണമുണ്ടല്ലോ. അപ്പം ആ ആരോപണത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? ഈ കത്തെഴുതിയ കാര്യത്തിൽ എന്തായിരിക്കും സർക്കാരിൻ്റെ അടുത്ത ചുവട്? SKN VT ബൽറാം സ്വാഭാവികമായും ഒരു പ്രതിപക്ഷത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇത് നേരത്തെയും കോൺഗ്രസിന്റെ പല നേതാക്കളും ഈ രീതിയിൽ ഇത് ഗവർണർ ഈ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ വസ്തുത പരിശോധിക്കുമ്പോൾ ഗവൺമെന്റ് ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് കടന്നു. അത് അസാധാരണമായ നീക്കമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പുറത്തേക്ക് വരുന്നു, ഗസ്റ്റ് ഹൗസിൽ നിന്നും ഞാനന്ന് ഒപ്പമുണ്ടായിരുന്നതാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നു, മുഖ്യമന്ത്രിയെ ക്രിമിനൽ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള അന്നത്തെ മലപ്പുറം SP S ശശിധരനോട് ഞാൻ നേരിട്ട് ചോദിച്ചതാണ്. എങ്ങോട്ടാണ് യാത്ര? അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ആദ്യം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി തൃശ്ശൂർ ഭാഗത്തേക്കായിരുന്നു ഗവർണറുടെ നീക്കം. പക്ഷെ പിന്നീട് അദ്ദേഹം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നു. ആ ഘട്ടത്തിലാണ് ഗവർണറുടെ PA അരിയസ് കർത്ത SM സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നത്. ആ യാത്ര SM സ്ട്രീറ്റിലേക്കായിരുന്നു. അവിടെ അദ്ദേഹം സന്ദർശനം നടത്തുന്നു. ഏതാണ്ട് 2 കിലോമീറ്റർ അദ്ദേഹം നടന്നു. ഈ രീതിയിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് SFI-ക്കാർ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു. ആ ഒരു രീതിയിലുള്ള പ്രകടനം ഒരു ഭാഗത്ത് പ്രതിഷേധത്തോട്. ഇത് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നു. അദ്ദേഹം ജനകീയനാണ് എന്ന് വരുത്തൽ സ്വാഭാവികമായും അതിന്റെ ഭാഗമാണ്. പക്ഷെ എന്നാൽ ഇത് സുരക്ഷാ പ്രോട്ടോകോളിന്റെ ലംഘനമാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഇനി ഗവൺമെന്റിന് ഒരു സന്ധിയില്ല എന്ന സന്ദേശം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മന്ത്രിമാരുടെ പ്രതികരണത്തിൽ നിന്നും SKN നമുക്ക് മനസ്സിലാക്കാവുന്നത്. കാരണം അതിരൂക്ഷമായി ഗവർണറെ വിമർശിക്കുന്ന ഒരു സാഹചര്യം വന്നു. അതിലാകെ വ്യത്യസ്തമായ ഒരു പ്രതികരണം നടത്തിയത് സ്പീക്കർ ഷംസീർ മാത്രമാണ്. അദ്ദേഹമാണ് ഗവർണർ പരിമിത പ്രജ്ഞനാണ് എന്ന് പറയുകയുണ്ടായത്. പക്ഷെ എന്നാൽ CPM-ന്റെയും ഘടകകക്ഷികളുടെയും എല്ലാ മന്ത്രിമാരും നേതാക്കളും ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ, ചില വസ്തുതകൾ നിരത്തിക്കൊണ്ട്, ചില കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അവർ പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് ഗവർണർ പറഞ്ഞത് ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഫ്ലക്സ് ബോർഡ് ഈ യൂണിവേഴ്സിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വെക്കുമായിരുന്നു എന്നുള്ള അത്തരം വാദഗതികൾ അദ്ദേഹവും ഉയർത്തി. പക്ഷെ എന്നിരുന്നാലും ഈ SM സ്ട്രീറ്റിൽ നമ്മൾ കണ്ടത് ഇന്നോളം കണ്ടിട്ടില്ലാത്ത, തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് ഇറങ്ങാറുണ്ട്. പക്ഷെ അതുപോലും അതിനെപ്പോലും അപ്പുറത്തേക്ക് കടത്തിവെട്ടുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു കണ്ടത്. പക്ഷെ ഈ SM സ്ട്രീറ്റ് പ്രകടനത്തിന്റെ കാര്യം മാത്രമല്ല, ഗവൺമെന്റ് കേരള സർക്കാർ രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് മാത്രവുമല്ല, ഈ കത്ത് അയച്ചിട്ട് 2 ദിവസമാകുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. സർക്കാർ അത് മറച്ചുവെച്ചു. കാരണം കേന്ദ്രത്തിനയച്ച കത്ത് സർക്കാരിന് ഔദ്യോഗികമായി പറയേണ്ടതില്ല എന്ന നിലപാടെടുത്തോ എന്ന് സംശയമുണ്ട്. പക്ഷേ നമ്മൾ അതിന് പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വാർത്ത നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത്. ഗവർണർ ചട്ടലംഘനം നടത്തുന്നു, ഗവർണർ കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് കേന്ദ്രത്തെ അറിയിക്കുക. അതാണ് കേരളം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ദീപക് ധർമ്മടമാണ് നമുക്കൊപ്പം ചേർന്നത്. സംസ്ഥാന സർക്കാർ പ്രോട്ടോകോൾ ലംഘനം കാണിച്ച് ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് പരാതി അയച്ചു.